السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له، واشهد ان لا اله الا الله وحده لا شريك له، واشهد ان محمدا عبده ورسوله ارسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تصعر خدك للناس ولا تمشي في الأرض مرحا إن الله لا يحب كل مختال فخور. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ പാപങ്ങളും പുറത്തുനിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ബാക്കിയുള്ള ജീവിതം അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുവാനും മരണപ്പെടുമ്പോൾ പരിശുദ്ധ കലിമ ചൊല്ലി മരണപ്പെടുവാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, ഇന്ന് വരെയുള്ള ഇസ്ലാമിൻ്റെ ചരിത്രം നാം പഠിക്കുകയാണെങ്കിൽ ഏതെല്ലാം കാലഘട്ടത്തിൽ മുസ്ലിമുകൾ ജീവിച്ചിട്ടുണ്ടോ പലവിധ ശത്രുക്കളെയും ഇസ്ലാമിനെ ഇല്ലാതാക്കാൻ പരിശ്രമിക്കുന്ന ഭരണകൂടങ്ങളെയും പലതിനെയും മുസ്ലിമുകൾ കണ്ട ചരിത്രമാണുള്ളത്. എന്നാൽ മുസ്ലിമുകൾ രണ്ട് ഉന്നതമായ ഗുണങ്ങൾ, രണ്ട് കാര്യങ്ങളിൽ ശക്തമായിരുന്ന കാലഘട്ടത്തിൽ ശത്രുക്കളോ വലിപ്പമോ ഭരണകൂട ശക്തികളോ അവർ എന്തെല്ലാം നിലയിൽ പരിശ്രമിച്ചിട്ടും ഇസ്ലാമിനെ മുസ്ലിമുകളെ തകർക്കാൻ സാധിച്ചിട്ടില്ല. അതിലൊന്ന് കളങ്കമില്ലാത്ത ശക്തമായ തൗഹീദാണ്. രണ്ട് മുസ്ലിമീങ്ങളുടെ പരസ്പരമുള്ള ഐക്യവും യോജിപ്പുമാണ്. മുസ്ലിമീങ്ങളുടെ ഐക്യം അത് വലിയ ശക്തിയാണ്. അത് നിലനിന്ന കാലഘട്ടത്തിൽ ഇസ്ലാമിനെതിരെ എന്തെല്ലാം കുതന്ത്രങ്ങൾ മെനഞ്ഞാലും മുസ്ലിമീങ്ങളെ തകർക്കാൻ സാധിച്ചിട്ടില്ല. ശക്തി മുസ്ലിമീങ്ങളുടെ ഐക്യമെന്ന് പറയുമ്പോൾ അത് ബാഹ്യമായ ശരീരത്തിൻ്റെ ശാരീരികമായ ശക്തിയല്ല, ഹൃദയംഗമായ ഉമ്മത്തിൻ്റെ ഐക്യം. ഇത് എപ്പോൾ ഉമ്മത്തിൽ നിലനിന്നോ അന്നെല്ലാം മുസ്ലിമീങ്ങൾ ശക്തരായിരുന്നു. എന്നാൽ ചില തിന്മകൾ, ചില ദുസ്വഭാവങ്ങൾ അത് നമ്മുടെ ഹൃദയംഗമായ ഐക്യത്തെ തകർക്കുന്നതാണ്. ഇന്ന് നമ്മളിൽ വ്യാപകമായ ചില ദുസ്വഭാവങ്ങൾ, ചില തിന്മകൾ അത് ഐക്യത്തിന് വലിയൊരു തടസ്സമാണ്. അതുകൊണ്ട് ആദ്യം നമ്മൾ ഓരോരുത്തരും ആ സ്വഭാവങ്ങളെ, ആ തിന്മകളെ നമ്മളിൽ നിന്ന് ഇല്ലാതാക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു തിന്മയാണ്, ഉമ്മത്തിൻ്റെ ഐക്യത്തിന് തടസ്സമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിന്മയാണ് നാം ഓരോരുത്തരും ഉള്ളിൽ കടന്നുകൂടിയ കിബ്ർ എന്ന ദുസ്വഭാവം. ഇന്ത്യയിൽ ജീവിച്ചൊരു മഹാനായിരുന്നു ഇംദാദുള്ള മുഹാജിർ മക്കി റഹ്മത്തുള്ളാഹി തആല അലൈഹി. ധാരാളം പണ്ഡിതന്മാരുടെ ശൈഖാണ്. അദ്ദേഹം പറയുമായിരുന്നു, ജനങ്ങൾ പറയുന്നു ഉമ്മത്തിൽ ഐക്യമുണ്ടാകണം, യോജിപ്പുണ്ടാകണം, ഒരുമയുണ്ടാകണം. എന്നാൽ പരസ്പരം ഭിന്നതയ്ക്ക് അടിസ്ഥാനമായ ദുസ്വഭാവങ്ങൾ വ്യാപകമാണ്. ഐക്യത്തിന് കാരണമായ സൽഗുണങ്ങൾ കാണുന്നുമില്ല. എന്നിട്ട് അദ്ദേഹം പറയുമായിരുന്നു, രണ്ട് വ്യക്തികളിൽ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ കിബർ ഉണ്ടെങ്കിൽ അവരിൽ ഒരിക്കലും യോജിപ്പുണ്ടാവുകയില്ല.
അതേപോലെ രണ്ട് വ്യക്തികളിൽ പരസ്പരം വിനയമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ വിനയമുണ്ടെങ്കിൽ അവരിൽ ഒരിക്കലും ഭിന്നതയും ഉണ്ടാവുകയില്ല. കിബറുള്ള ഒരു സമൂഹത്തിൽ, അഹങ്കാരമുള്ള ഒരു സമൂഹത്തിൽ ഒരിക്കലും ഐക്യമുണ്ടാവുകയില്ല. അത് തീർച്ചയായ കാര്യമാണ്. അതുകൊണ്ട് അഹങ്കാരം ഇത് ഉമ്മത്തിൻ്റെ ശക്തിയെ, സമൂഹത്തിൻ്റെ കെട്ടുറപ്പിനെ ഇല്ലാതാക്കുന്ന ഒരു ദുസ്വഭാവമാണ്. കുടുംബങ്ങളിൽ വന്നാൽ കുടുംബങ്ങൾ തകരും, സമൂഹത്തിൽ വന്നാൽ സമൂഹം തകരും, പരസ്പരം വ്യക്തികൾ വന്നാൽ പരസ്പരം വ്യക്തിബന്ധങ്ങൾ മുറിയും. ഇങ്ങനെ എല്ലാ നിലക്കും നമ്മുടെ സാമൂഹ്യ ശക്തിയെ നശിപ്പിക്കുന്ന ഒരു വലിയൊരു രോഗമാണ്, വ്യാപിച്ചൊരു രോഗമാണ് അഹങ്കാരം എന്നത്. പരിശുദ്ധമായ ശരീഅത്ത് വളരെ ശക്തമായി തടയുകയും വളരെ നികൃഷ്ടമായി പഠിപ്പിക്കുകയും ചെയ്ത തിന്മയാണ്. ഒരല്പം പോലും കടന്നുകൂടാതെ സൂക്ഷിക്കേണ്ട തിന്മയാണ്. അല്ലാഹു തആല പറഞ്ഞു, ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്തക്ബിരീൻ. അഹങ്കാരികളെ അല്ലാഹുവിന് ഇഷ്ടമില്ല. എന്തെല്ലാം നന്മയുണ്ടെങ്കിലും നാം സ്നേഹിക്കുന്ന ഒരാൾ നമ്മളോട് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ മുഖത്ത് നോക്കി എനിക്ക് നിങ്ങൾ ഇഷ്ടമില്ല, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ മുഖത്ത് നോക്കി വാപ്പ എനിക്ക് ഇഷ്ടമില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര വിഷമമാകും. അല്ലാഹു തആല പറയുന്നു, അഹങ്കാരമുണ്ടോ എനിക്ക് നിന്നെ വേണ്ട. കാരണം അൽ കിബ്രിയാഉ റിദാഇ വൽ അലമതു ഇസാരി. കിബ്രിയ, അഹങ്കാരം അത് എനിക്ക് മാത്രമുള്ള, എനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ഒരു സൃഷ്ടിക്കും അവകാശപ്പെട്ടതല്ല ഭൂമിയിൽ അഹങ്കരിക്കുക എന്നത്. അതുകൊണ്ട് ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകന് കൊടുത്ത വളരെ പ്രധാനപ്പെട്ട ഉപദേശങ്ങൾ, അതിൽ ഗൗരവത്തിൽ അദ്ദേഹം പറഞ്ഞു, വലാ തുസഅിർ ഖദ്ദക ലിന്നാസ് വലാ തംശി ഫിൽ അർദി മറഹ ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. മോനെ, ഭൂമിയിൽ ഒരിക്കലും നീ അഹങ്കാരത്തോടെ നടക്കരുത്, നീ അഹങ്കാരത്തോടെ ഭൂമിയിൽ ജീവിക്കരുത്. കാരണം ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. അഹങ്കാരികളെ അല്ലാഹുവിന് ഇഷ്ടമില്ല. അല്ലാഹു വെറുക്കുന്ന സമൂഹമാണ്, അല്ലാഹുവിന് തീരെ ഇഷ്ടമില്ലാത്ത സമൂഹമാണ്. അതുകൊണ്ട് ഈ ലോകത്തെ ഉലമാക്കൾ എഴുതിയത് ഉമ്മുൽ അംറാ, ഉമ്മഹാത്തുൽ ഖതായ, പാപങ്ങളുടെ മാതാവ്, തിന്മകളുടെ മാതാവ്. കിബ്ർ, അഹങ്കാരം എന്ന രോഗം ഒരാളിൽ ഉണ്ടായാൽ അതിൽ നിന്ന് പിന്നെ പല പല തിന്മകൾ പുറത്തു വരും, പല തിന്മകളെയും പ്രസവിക്കും. ഒരു തിന്മയിൽ നിൽക്കുകയില്ല. ധാരാളം തിന്മകൾക്ക് കാരണമാകുന്ന ഒരു തിന്മയാണ്, ഒരു മഹാപാപമാണ് അഹങ്കാരം എന്നത്. കാരണം ആകാശ ലോകത്ത് ഒരു തിന്മയും നടക്കാത്ത, സുജൂദുകളും ഇബാദത്തും മാത്രം നടന്ന പരിശുദ്ധമായ ആകാശ ലോകത്ത് ആദ്യം നടന്ന തിന്മ അഹങ്കാരമാണ്. ആദ്യം നടന്ന തിന്മയാണ്. മൗലാന അഷ്റഫ് അലി താനവി റഹ്മത്തുള്ളാഹി തആല എഴുതുന്നുണ്ട്, ഏതെല്ലാം മനുഷ്യരെ കുഫ്രിൽ നിത്യമാക്കുന്നുണ്ടോ, ഷിർക്കിലും കുഫ്രിലും തിന്മയിലും നിത്യമാക്കുന്നുണ്ടോ, അതിൻ്റെ അടിസ്ഥാന കാരണം അവരുടെ ഉള്ളിലുള്ള അഹങ്കാരമാണ്. ഒരു കാഫിറിനെ കാഫിറാക്കി നിലനിർത്തുന്നത് അവരുടെ അഹങ്കാരമാണ്. ഒരു മുശ്രിക്കിനെ മുശ്രിക്കായി ബാക്കിയാക്കുന്നത് അവരുടെ അഹങ്കാരമാണ്. അതുകൊണ്ട് നൂഹ് നബി അലൈഹിസ്സലാം തൻ്റെ മകനോട് നൽകിയ മരണത്തോടടുത്ത അവസാനത്തെ വസിയത്തിൽ അദ്ദേഹം പറഞ്ഞു, മോനെ, ഞാൻ 2 കാര്യങ്ങൾ നിന്നോട് കൽപ്പിക്കുന്നു, 2 കാര്യങ്ങൾ ഞാൻ നിന്നെ തടയുന്നു. നീ എൻ്റെ മരണത്തിൻ്റെ അവസാന സമയമാണ്, ജീവിതത്തിൻ്റെ അവസാന സമയമാണ്. നിനക്ക് നൽകുന്ന ഏറ്റവും ഗൗരവമുള്ള 2 സന്ദേശങ്ങളാണ്. നീ 2 കാര്യങ്ങൾ പ്രവർത്തിക്കണം, 2 കാര്യങ്ങൾ ജീവിതത്തിൽ വളരെ നീ സൂക്ഷിക്കണം. എന്നിട്ട് അദ്ദേഹം തടഞ്ഞതായ 2 കാര്യങ്ങൾ, ഒന്ന് ഷിർക്കാണ്. അതിനോട് ചേർത്ത് പറഞ്ഞത് കിബ്റിനെയാണ്. മോൻ, ഒരിക്കലും ഷിർക്കുമായി നീ ബന്ധപ്പെടരുത്. അതേപോലെ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അഹങ്കാരം ഉണ്ടാകരുത്. അത് നശിപ്പിക്കുന്ന കാര്യമാണ്. ഇവിടെ ഷിർക്ക് എന്ന വൻ പാപവുമായിട്ടാണ് നൂഹ് നബി അലൈഹിസ്സലാം തന്റെ മകൾ നൽകിയ ചേർത്ത് കൊടുത്ത ഉപദേശം. കിബർ ഒരിക്കലും ജീവിതത്തിൽ ഉണ്ടാകരുത്. ഇമാം ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി എഴുതുന്നുണ്ട്, അർക്കാനുൽ കുഫ്രി അർബഅത്തുൻ. കുഫ്രിന്റെ അടിസ്ഥാന 4 കാര്യങ്ങളാണ്. ഇതിലൊന്ന് ആദ്യം അദ്ദേഹം എണ്ണിയത് കിബ്റിനെയാണ്. കാരണം കിബ്ർ മനുഷ്യന്റെ ജീവിതത്തിൽ അനുസരണയ്ക്ക് തടസ്സമാകും. 2 ഹസദാണ്, അസൂയയാണ്, അത് നസീഹത്തുകൾ സ്വീകരിക്കാൻ തടസ്സമാകും. 3 ഗളബാൻ, ദേഷ്യമാണ്, അത് നീതി ഇല്ലാതാക്കും. 4 ഷഹ്വത്താണ്, വികാരമാണ്,
അത് ഇബാദത്തിന് തടസ്സമായി തീരും. അദ്ദേഹം മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, ഉസൂലുൽ ഖതായ സലാസ, തിന്മകളുടെ അടിസ്ഥാനം 3 കാര്യങ്ങളാണ്. അതിൽ അദ്ദേഹം ആദ്യം പറഞ്ഞു കിബറിനെയാണ്. കിബർ അത് പാപത്തിന്റെ അടിസ്ഥാനമാണ്. ആ കിബറാണ് ഇബ്ലീസിനെ ഇബ്ലീസാക്കി മാറ്റിയത്. 2 ഹിർസ്, അത്യാഗ്രഹമാണ്. അതാണ് ആദം നബിയെ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയത്. 3 ഹസദാണ്. അതാണ് ആദം നബിയുടെ സന്താനങ്ങൾ ആദ്യത്തെ കൊലയാളിയാക്കി മാറ്റിയത്. തിന്മയുടെ എല്ലാ തിന്മയിലേക്കും വലിച്ചു കൊണ്ടുപോകുന്ന ഒരു മഹാപാപമാണ്, പാപങ്ങളുടെ മാതാവാണ് അഹങ്കാരം എന്നുള്ളത്. ജീവിതത്തിൽ എല്ലാ സ്വഭാവങ്ങളും വരാൻ കാരണമായി തീരും. പരിശുദ്ധമായ ശരീഅത്ത് വളരെ ശക്തമായി തടഞ്ഞു. ഒരു കാരണവശാലും ജീവിതത്തിൽ വരാതെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. അതിലൂടെ ദുനിയാവിലെ ദൂഷ്യങ്ങളാണ്, ആഖിറത്തിലെ ദൂഷ്യങ്ങളാണ്. കിബ്ർ ജീവിതത്തിൽ ഒരു മനുഷ്യൻ ജീവിതത്തിൽ വന്നാൽ അതിലൂടെ ദുനിയാവിൽ ദൂഷ്യങ്ങളുണ്ട്, ആഖിറത്തിൽ വലിയ ദൂഷ്യങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിൽ അഹങ്കാരികളെ കുറിച്ച് പറയുന്നുണ്ട്. അവർ ആഖിറത്തിൽ വരുമ്പോൾ യുഹ്ശറുൽ മുതകബ്ബിറൂന യൗമൽ ഖിയാമ, അഹങ്കാരികളെ നാളെ മഹ്ശറയിൽ കൊണ്ടുവരുന്നത് ചില റിവായത്തുകൾ കാണാം, ഉറുമ്പിനെ പോലെ അല്ലെങ്കിൽ ചെറിയ ജീവികളെ പോലെ. ദുനിയാവിൽ നെഞ്ചു വിരിച്ച് സമ്പത്തിൻ്റെയും കുടുംബമഹിമയുടെയും മറ്റെന്തെങ്കിലും കാര്യത്തിൽ അഹങ്കരിച്ച് നടന്നവർ, ജനങ്ങൾക്ക് മുന്നിൽ അഹങ്കാരത്തിൽ നടന്നവർ, മഹ്ശറയിൽ ജനങ്ങൾ അവരെ ചവിട്ടി മെതിച്ചുകൊണ്ട് കടന്നു പോകും. നേരെ വിപരീതമാക്കി ദുനിയാവിൽ നെഞ്ചു വിരിച്ച് നടന്നവർ, സമ്പത്തിൻ്റെയോ സൗന്ദര്യത്തിൻ്റെയോ കുടുംബമഹിമയുടെ പേരിൽ അഹങ്കരിച്ചവർ, അതിന് നേരെ വിപരീതമായി മഹ്ശറയിൽ അവർ വരുന്നത് ജനങ്ങൾ അവരെ ചവിട്ടാൻ പറ്റുന്ന അവസ്ഥയിലായി വളരെ ചെറിയ സൃഷ്ടികളെ കൊണ്ടുവരും. പിന്നെ ഹദീസിൽ വരുന്നുണ്ട്, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് നോട്ടമുണ്ടാവുകയില്ല. സലാസത്തുൻ ലാ യൻദുറുല്ലാഹു ഇലൈഹിം വലാ യുകല്ലിമു വലാ യുസക്കിഹിം, അല്ലാഹു തആല കാരുണ്യത്തിന്റെ നോട്ടം പോലും ഉണ്ടാവുകയില്ല അഹങ്കാരികളുടെ ഭാഗത്തേക്ക്. നാളെ മഹ്ശറയിൽ ഒരൽപ്പം പോലും കാരുണ്യത്തിന്റെ നോട്ടം ലഭിക്കുകയില്ല. 3 വിഭാഗം ജനങ്ങൾക്ക്, ശൈഖുൻ സാനി വമലിക്കുൻ കദ്ദാബ് വഫഖീറുൻ മുഹ്താൽ. ഒന്ന് തങ്ങൾ പറഞ്ഞു, പ്രായമായിട്ട് വ്യഭിചരിക്കുന്നവർ, പ്രായമായി മുടി നരച്ചു, തന്നേക്കാൾ ചെറുപ്പമുള്ളവർ മരണപ്പെട്ടു ഖബറിലേക്ക് പോയി അവർ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കാൻ, അവൻ്റെ പ്രായത്തിലുള്ളവരെല്ലാം ഖബറിലെത്തി, അവന് പ്രായമായി, എന്നിട്ടും വ്യഭിചാരമോ തിന്മയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യൻ. അവൻ്റെ മരണത്തെ ഉണർത്തുന്ന പല അടയാളങ്ങളും ശരീരത്തിലും അവൻ്റെ കുടുംബങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു, എന്നിട്ടും വ്യഭിചരിക്കുന്നു. ഷെയ്ഖുൻ സാനി വമലിക്കുൻ കദ്ദാബ്, രാജാവായിട്ടും സമ്പത്തുണ്ടായിട്ടും കളവ് പറയുന്നവൻ. വഫഖീറുൻ മുഹ്താൽ, ദരിദ്രനായിട്ടും അഹങ്കരിക്കുന്നു. അഹങ്കരിക്കാനുള്ളൊന്നുമില്ല, വിശന്നിട്ടും അഹങ്കരിക്കുന്നു. അഹങ്കരിക്കുന്നവർ അവർക്ക് നാളെ ആഖിറത്തിൽ കാരുണ്യത്തിന്റെ നോട്ടം ഉണ്ടാവുകയില്ല. റഹ്മത്തുള്ളാഹി തആല അദ്ദേഹത്തിന്റെ ഇഹ്യായിൽ ഒരു ഹദീസ് അദ്ദേഹം കൊണ്ടുവരുന്നു, അഹങ്കാരത്തോടെ വസ്ത്രം ഇഴച്ച് നടക്കുന്നവർ നാളെ അവരിലേക്ക് അല്ലാഹു നോക്കുകയില്ല. കാരണം അഹങ്കാരത്തിന്റെ ഒരു അടയാളമാണ് വസ്ത്രം ഇഴച്ച് നിര്യാണിക്ക് താഴെ ഇട്ട് നടക്കുക എന്നുള്ളത്. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിരിക്കുമ്പോൾ മനുഷ്യൻ നമസ്കരിച്ചു, വസ്ത്രം നിര്യാണിയുടെ താഴെയായിരുന്നു. അദ്ദേഹം നമസ്കാരം കഴിയുമ്പോൾ തങ്ങൾ വിളിച്ചു പറഞ്ഞു, നീ ഒതു കൊടുക്കും, ഒന്നുകൂടി നമസ്കരിക്കും. അദ്ദേഹം വീണ്ടും ഒതു കൊടുത്തു, നമസ്കരിച്ചു. പിന്നെയും അദ്ദേഹത്തെ വിളിച്ചു, നീ ഒതു കൊടുക്കും, ഒന്നുകൂടി നമസ്കരിക്കും. അടുത്തിരുന്ന സഹാബി ചോദിച്ചു, നബി എന്തിനാണ് അദ്ദേഹത്തോട് വീണ്ടും നമസ്കരിക്കാൻ പറയുന്നത്? തങ്ങൾ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ വസ്ത്രം നീ കാണുന്നില്ലേ, നിര്യാണിക്ക് താഴെ വസ്ത്രം ഇറങ്ങിക്കെടുക്കുന്നു. ആ അവസ്ഥയിൽ നമസ്കരിച്ചാൽ ആ നമസ്കാരം അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. അഹങ്കാരത്തിൻ്റെ അടയാളമാണ് വസ്ത്രം ഇഴച്ച് നടക്കുക. ആഖിറത്തിൽ അല്ലാഹു തആല അങ്ങനെയുള്ളവരിലേക്ക് കാരുണ്യത്തിന് നോട്ടം ലഭിക്കുകയില്ല. പിന്നെ സ്വർഗ പ്രവേശനം സ്വപ്നം കാണാൻ പോലും ഭാഗ്യമില്ല. മൗലാന അഷ്റഫ് അലി താനവി റഹ്മത്തുള്ളാഹി ചെയ്യുന്നുണ്ട്, 2 ഹദീസ് അദ്ദേഹം ചേർത്ത് ഉദ്ധരിക്കുന്നു. മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാല ദർറത്തിൻ മിനൽ കിബ്ർ, ഒരു അണുമണി തൂക്കമെങ്കിലും ഹൃദയത്തിൽ ഒരാളുടെ അഹങ്കാരം ഉണ്ടെങ്കിൽ സ്വർഗം കാണാൻ പോലും സാധിക്കുകയില്ല. ഒരു അണുമണി തൂക്കം, മിസ്ഖാല ദർറത്തിൻ, ഒരല്പമെങ്കിലും അഹങ്കാരം മനസ്സിൽ വന്നാൽ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല. എന്നാൽ മറ്റൊരു ഹദീസിൽ വരുന്നു, ഒരണുമണി തൂക്കം ഈമാൻ ഉണ്ടെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതുമാണ്. ഈ 2 ഹദീസിനെ ചേർത്തുള്ള അദ്ദേഹം പറഞ്ഞു, ഒരാളുടെ ഹൃദയത്തിൽ അല്പമെങ്കിലും ഈമാൻ അല്പമെങ്കിലും ഉണ്ടെങ്കിൽ അവൻ്റെ ഹൃദയത്തിൽ അല്പമെങ്കിലും അഹങ്കാരം ഉണ്ടാവുകയില്ല.
ആരുടെയെങ്കിലും ഹൃദയത്തിൽ അല്പമെങ്കിലും അഹങ്കാരം വന്നിട്ടുണ്ടെങ്കിൽ അവന്റെ ഹൃദയത്തിൽ അല്പം പോലും ഈമാൻ ഇല്ല എന്നതിന്റെ അടയാളം. റഹ്മത്തുള്ളാഹി തആല അദ്ദേഹത്തിന്റെ ഇഹ്യയിൽ ഒരു ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. 3 കാര്യങ്ങൾ ഒരാൾ ഒഴിവായ അവസ്ഥയിൽ മരിക്കാൻ സാധിച്ചാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ജീവിതത്തിൽ 3 കാര്യങ്ങൾ ഒഴിവാക്കി ആ അവസ്ഥയിൽ മരിക്കാൻ സാധിച്ചാൽ, 1 കിബറിൽ നിന്ന് ഒഴിവാകാൻ സാധിച്ചു, 2 ദൈൻ കടത്തിൽ നിന്ന് ഒഴിവാകാൻ സാധിച്ചു, 3 വഞ്ചനയിൽ നിന്ന് ഒഴിവാകാൻ സാധിച്ചു. ഈ 3 കാര്യങ്ങൾ ഇല്ലാതെ ഒരാൾ മരിച്ചാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ആഖിറത്തിൽ വലിയ നേട്ടങ്ങൾക്ക് കാരണമാകണമെങ്കിൽ ഈ ദുശീലം, ഈ ദുസ്വഭാവം, ഈ തിന്മയുടെ മാതാവാകുന്ന അഹങ്കാരത്തെ ജീവിതത്തിൽ ഒഴിവാക്കേണ്ടത്. അഹങ്കാരം എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങൾ ഒരു മനുഷ്യൻ ഒരുമിച്ച് കൂടുമ്പോഴാണ്. 1, തന്നെക്കുറിച്ച്, സ്വന്തത്തെക്കുറിച്ച് ഞാൻ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠനാണ്, ഞാനാണ് ഏറ്റവും ശ്രേഷ്ഠൻ. സമ്പത്തിന്റെ പേരിലാകാം, കുടുംബത്തിന്റെ പേരിലാകാം, അറിവിന്റെ പേരിലാകാം, സൗന്ദര്യത്തിന്റെ പേരിലാകാം. ഞാൻ മറ്റുള്ളവരെക്കാൾ ഏറ്റവും ഉന്നതനാണ്, ഞാൻ ഭയങ്കര സംഭവമാണെന്ന് അമിതമായ ഒരു ചിന്താഗതി. 2, മറ്റുള്ളവരെ പുച്ഛിക്കുന്ന, നിന്ദിക്കുന്ന ഒരു നിന്ദതയുടെ നോട്ടം. ഈ 2 തിന്മകൾ ഒരുമിച്ച് കൂടുന്ന വ്യക്തിക്കാണ് അഹങ്കാരി എന്ന് പറയുന്നത്. അഹങ്കാരം ഉണ്ടാകുന്നത് 1 സമ്പത്തിന്റെ പേരിൽ. മനുഷ്യൻ അവന് സൗകര്യങ്ങൾ വന്നു, സമ്പത്ത് വർദ്ധിച്ചു, അവന്റെ കൈകളിൽ അല്ലാഹു തന്റെ നിഅമത്തുകൾ കൂടുതൽ കൊടുത്തു. മനുഷ്യൻ അറിയാതെ അഹങ്കാരിയായി മാറും. സത്യത്തിൽ നാം ചിന്തിച്ചാൽ സമ്പത്തിന്റെ പേരിൽ എങ്ങനെ അഹങ്കരിക്കുക? അള്ളാഹു നൽകിയതല്ലേ, നമുക്ക് എവിടെ നിന്ന് ലഭിച്ചതാണ്? നേടാനുള്ള കഴിവും ബുദ്ധിയും യോഗ്യതയും അള്ളാഹു നൽകിയതല്ലേ. മാത്രമല്ല, ഒരു മുസ്ലിം എങ്ങനെയാണ് സമ്പത്തിന്റെ പേരിൽ അഹങ്കരിക്കുക? ഇപ്പോൾ സമ്പന്നനാണെങ്കിൽ നാളെ ദരിദ്രനായി മാറാം. അള്ളാഹുവിന്റെ കൈകളിലാണ്. ഏത് അവസ്ഥയിലേക്ക് മാറ്റിമറിക്കാൻ കഴിവുള്ളവരാണ് അള്ളാഹു തആല. താരീഖിലെ കിതാബുകളിൽ ചരിത്രം രേഖപ്പെടുത്തിയത് കാണാം. ഒരു ഭാര്യയും ഭർത്താവും 2 പേരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാതിക്കൽ ഒരു യാചകൻ വന്ന് മുട്ടി. ഭാര്യ എണീറ്റു. ആ യാചകന് എന്തെങ്കിലും ഹദിയ കൊടുക്കാൻ വേണ്ടി, സദഖ ചെയ്യാൻ വേണ്ടി ആ ഭാര്യ എണീറ്റ് പുറത്തേക്ക് ചെന്നു. പക്ഷെ ആ ഭാര്യ അതേ വേഗത്തിൽ കരഞ്ഞുകൊണ്ട് മടങ്ങി വന്നു. ഭർത്താവ് ചോദിച്ചു, നീ കരയുന്നത്? ഇല്ല, നിങ്ങൾ സദഖ കൊടുത്ത് പറഞ്ഞേക്ക്, ഞാൻ പറയാം. അദ്ദേഹത്തെ പറഞ്ഞയച്ചു. ഇതാ സ്ത്രീ പറഞ്ഞു, ഇപ്പോൾ വന്ന യാചകനായ മനുഷ്യൻ അദ്ദേഹം എൻ്റെ ആദ്യത്തെ ഭർത്താവായി. ഞാനും അദ്ദേഹം ഒരു ദിവസം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതേപോലെ യാചകൻ വീടിൻ്റെ വാതിൽ മുട്ടി. അദ്ദേഹം അന്ന് സൗകര്യവും സമ്പത്തുമുള്ള വ്യക്തിയായിരുന്നു. തൻ്റെ സമ്പത്തിലും സൗകര്യത്തിലും മതിമറന്ന് അഹങ്കരിച്ചുകൊണ്ട് അദ്ദേഹം ദേഷ്യപ്പെടുകയും ആ യാചകനെ ആട്ടി പുറത്താക്കുകയും മോശമായ വാക്കുകൾ പറഞ്ഞയക്കുകയും ചെയ്തു. ഇന്ന് എൻ്റെ ആദ്യത്തെ ഭർത്താവ് അദ്ദേഹം യാചകനായി വീടിൻ്റെ വാതിൽക്കൽ എത്തിയിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, നീ വിഷമിക്കേണ്ട, അന്ന് യാചകനായി വന്ന മനുഷ്യനാണ് അതിന് മുന്നിലിരിക്കുന്നത് ഈ ഞാൻ. അള്ളാഹുവാണ് അവസ്ഥകളെ മാറ്റിമറിക്കുന്നവൻ. ഇന്ന് സമ്പന്നനായ മനുഷ്യനെ നാളെ ദാരിദ്ര്യാവസ്ഥയിൽ അള്ളാഹുവിനെത്തിക്കാൻ സാധിക്കും. അതുകൊണ്ട് മുസ്ലിം എങ്ങനെയാണ് തൻ്റെ സമ്പത്തിന് പേരിൽ അഹങ്കരിക്കുക? പിന്നെ മനുഷ്യൻ അഹങ്കരിക്കുന്നത് തൻ്റെ കുടുംബ മഹിമ. ഞാൻ ഇന്ന വാപ്പയുടെ മകനാണ്, ഞാൻ ഇന്ന കുടുംബക്കാരനാണ്, ഞാൻ ഇന്ന നാട്ടുകാരനാണ്, നീ വരുത്തനല്ലേ, നീ ഇന്ന കുടുംബത്തിൽപ്പെട്ടവനല്ലേ. കുടുംബത്തിൻ്റെ പേരിലുള്ള അഹങ്കാരം. ഐഷ റളിയല്ലാഹു അൻഹ പറയുന്ന ദിവസം ഉസാമ റളിയല്ലാഹു അൻഹു ചെറുപ്പത്തിൽ അദ്ദേഹം കുട്ടിയായിരിക്കുമ്പോൾ വീട്ടിൽ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറിഞ്ഞു വീണു. ഉസാമ എന്ന് പറഞ്ഞാൽ നബി തങ്ങളുടെ അടിമയായിരുന്ന സെയ്ദ് റളിയല്ലാഹു തആലയുടെ മകൻ. അടിമയാണ്, വലിയ കുടുംബക്കാരനല്ല, വലിയ സൗന്ദര്യമില്ല, കറുത്ത മനുഷ്യനാണ്, മൂക്ക് ചപ്പിയ ആളാണ്, വിരൂപനാണ്, മുടി ചുരുണ്ട ആളാണ്. ഉസാമ റളിയല്ലാഹു തആലയുടെ ശരീരത്തിൽ നെറ്റിയിൽ രക്തം ഇങ്ങനെ ഒലിക്കുന്നത് കണ്ടപ്പോൾ ചെറിയ കുട്ടിയാൻ നബി തങ്ങൾ പറഞ്ഞു, ആയിഷ ഉസാമയെ എടുത്തൊന്ന് വൃത്തിയാക്കി. ആയിഷ റളിയല്ലാഹു പറയാൻ, എനിക്കല്പം വെറുപ്പ് തോന്നി, ഞാൻ അകന്നു നിന്നു. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓടി വന്നു, തങ്ങൾ എടുത്തു സ്വന്തം കൈകൊണ്ട്. ഉസാമയുടെ നെറ്റിയിൽ നിന്ന് രക്തം ഒലിക്കുന്നത് കണ്ടപ്പോൾ തങ്ങളുടെ പരിശുദ്ധ ചുണ്ടുകൊണ്ട് രക്തം വലിച്ചെടുത്തു, തങ്ങൾ തുപ്പിക്കളഞ്ഞു. തങ്ങളുടെ കൈകൾ കൊണ്ട് വൃത്തിയാക്കി. തങ്ങളുടെ ഹൃദയത്തിൽ ഓരോരുത്തരും തങ്ങൾ കാണിച്ച സ്നേഹം, ബഹുമാനം. ആയിഷ പറയാൻ, ഞാൻ ഖുറൈശിയാണ്, വെളുത്ത സ്ത്രീയാണ്, സുന്ദരിയാണ്, പക്ഷെ എനിക്ക് അതോടുകൂടി അവസാനിച്ചു. ഉസാമയുടെ വെറുപ്പ് എനിക്ക് അവസാനിച്ചു. കാരണം മനസ്സിലായി, സൗന്ദര്യത്തിൻ്റെയോ അല്ലെങ്കിൽ വിരൂപത ഒരു മനുഷ്യനെ സ്നേഹിക്കേണ്ടത്, ബഹുമാനിക്കേണ്ടതും അവൻ്റെ കുടുംബത്തിൻ്റെയോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിയിട്ടല്ല, ഇസ്ലാമിൻ്റെ പേരില്ല. തങ്ങൾ പഠിപ്പിക്കുക. മനുഷ്യൻ പൊതുവെ അഹങ്കരിക്കുന്ന ഒരു കാര്യം സമ്പത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ അവൻ്റെ കുടുംബ മഹിമയുടെ പേരിൽ, നീ വരുത്തനല്ലേ എന്നെല്ലാം പറഞ്ഞ് ആക്ഷേപിക്കുന്നത് കാണാം. കുടുംബത്തിൻ്റെ പേരിൽ
അഹങ്കരിക്കാനുള്ള അവകാശം മനുഷ്യനില്ല. എല്ലാവരും ഒരു വാപ്പയുടെ ഒരു ഉമ്മയുടെ മക്കളാണ്. പിന്നെ മനുഷ്യൻ അഹങ്കരിക്കുന്ന സൗന്ദര്യത്തിന്റെ പേരിലാണ്, ശാരീരികമായ ആരോഗ്യത്തിന്റെയോ സൗന്ദര്യത്തിന്റെ പേരിൽ. ഇതും അള്ളാഹു നൽകിയതാണ്. ഏത് സമയത്തും ആരോഗ്യവും സൗന്ദര്യവും അള്ളാഹു തിരിച്ചെടുക്കാൻ കഴിവുള്ളവനാണ്. ഒരു മുസ്ലിം എങ്ങനെയാണ് അള്ളാഹു നൽകിയ സൗന്ദര്യത്തിന്റെയോ ആരോഗ്യത്തിന്റെയോ അഹങ്കരിക്കുക? അള്ളാഹു എപ്പോഴും തിരിച്ചെടുക്കാൻ കഴിവുള്ളവനാണ്. ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി തആല അലൈഹി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഒരു ചരിത്രം, ഒരു യുവാവിന്റെ ചരിത്രം ഉദ്ധരിക്കുന്നുണ്ട്. സുന്ദരനായ നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന്റെ സൗന്ദര്യം കണ്ടപ്പോൾ ഒരു ആലിം യാത്രക്കിടയിൽ അദ്ദേഹത്തിലേക്ക് നോക്കി. അള്ളാഹു എത്ര വലിയ നിഅമത്ത് നൽകിയവൻ. അപ്പൊ ചെറുപ്പക്കാരൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എന്നെ നോക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ അള്ളാഹു ചെയ്ത അനുഗ്രഹത്തെ കുറിച്ച് ചിന്തിക്കുന്നു. നിനക്ക് അള്ളാഹു നല്ല ആരോഗ്യം നൽകി, നല്ല സൗന്ദര്യം നൽകി, നല്ല ഒത്ത ശരീരം നൽകി, എത്ര നിഅമത്താണ് അള്ളാഹു നൽകിയത്. അപ്പൊ ചെറുപ്പക്കാരൻ പറഞ്ഞു, എന്റെ സൗന്ദര്യം കണ്ട് അള്ളാഹു തന്നെ അത്ഭുതപ്പെടുകയാണ്. അഹങ്കാരത്തിന്റെ വാക്കുകൾ പറഞ്ഞു ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ അഹങ്കാരത്തിന്റെ ഒരൊറ്റ വാക്ക് ആരോഗ്യവും സൗന്ദര്യവും നഷ്ടപ്പെടാൻ കാരണമായി. അവിടെ ഒരു മനുഷ്യൻ ഒരിക്കലും അവന്റെ സൗന്ദര്യത്തിന്റെയോ ആരോഗ്യത്തിന്റെയോ അവന്റെ ബാഹ്യമായ ശാരീരിക കഴിവിന്റെ പേരിലോ വാക്ചാതുര്യത്തിന്റെ പേരിലോ അഹങ്കരിക്കാൻ മുസ്ലിമിന് സാധിക്കുകയില്ല. എപ്പോൾ വേണമെങ്കിലും ഏത് നിഅമത്തും അല്ലാഹു തിരിച്ചെടുക്കാൻ കഴിവുള്ളവനാണ്. നാവ് കൊണ്ട് സംസാരിക്കാൻ നല്ല കഴിവുണ്ടെന്ന പേരിൽ ഒരു മുസ്ലിം ഒരിക്കലും അഹങ്കരിക്കുകയില്ല. കാരണം ആ വായിൽ വരുന്ന ഉമ്മുനീരിന്റെ ആ ദ്രാവകങ്ങൾ നിന്നുപോയാൽ പിന്നെ നാവ് ഒരു ഭാരമായി മാറും. കണ്ണിൽ വരുന്ന ആ കണ്ണിലെ നീര് അത് വരാതായാൽ കണ്ണ് ചലിപ്പിക്കൽ ഭാരമായി മാറും, വേദനയായി മാറും. ഇതെല്ലാം അല്ലാഹുവാണ് നൽകിയത്. ഒരിക്കൽ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ ഇങ്ങനെ തുപ്പുകയും തങ്ങളുടെ വിരൽ കൊണ്ട് ആ തുപ്പലിങ്ങനെ തങ്ങൾ എടുത്ത് സഹാബത്തിനെ കാണിച്ച് തങ്ങൾ പറഞ്ഞു, അല്ലാഹു തആല പറയുന്നു, മനുഷ്യ നീ എന്തിനാ അഹങ്കരിക്കുന്നത്? ഇതുപോലെ നികൃഷ്ടമായ വസ്തുവിൽ നിന്നല്ല നിന്നെ ഞാൻ സൃഷ്ടിച്ചത്, നീ പിന്നെ എന്തിനാണ് അഹങ്കരിക്കുന്നത്? മുസ്അബ് ബിൻ സുബൈർ എന്ന് പറയുന്ന ഭരണാധികാരി, അദ്ദേഹം ഇങ്ങനെ അഹങ്കാരത്തിൽ ഇരിക്കുന്ന കണ്ടപ്പോൾ ആലിം അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, മനുഷ്യന്റെ കാര്യം അത്ഭുതമാണ്. അവൻ അവന്റെ സമ്പത്തിന്റെയും അധികാരത്തിനും അഹങ്കരിക്കുന്നു, എന്നാൽ അവൻ ചിന്തിക്കുന്നില്ലേ അവൻ വന്നത് ഏത് മാർഗത്തിലാണ്? വിസർജന സ്ഥലത്ത് നിന്ന് പുറപ്പെട്ട് വന്നവനാണ് ഇവൻ. ഇനി എന്തിനു അഹങ്കരിക്കുന്നു? നമുക്ക് മനുഷ്യന് സമ്പത്തിന്റെ പേരിൽ എങ്ങനെ അഹങ്കരിക്കാൻ സാധിക്കും? സൗന്ദര്യത്തെ പേരിൽ എങ്ങനെ അഹങ്കരിക്കാൻ സാധിക്കും? കുടുംബ മഹിമയുടെ പേരിൽ എങ്ങനെ അഹങ്കരിക്കാൻ സാധിക്കും? ഇതെല്ലാം അല്ലാഹുവാണ് നൽകിയത്. അഹങ്കാരം ഒരു മുസ്ലിമിൽ ഒരു കാര്യത്തിന്റെ പേരും മുസ്ലിമിൽ ഉണ്ടാവുകയില്ല. വലിയൊരു രോഗമാണ്. ഉമ്മുൽ അംറാദ്, എല്ലാ രോഗത്തിന്റെയും മാതാവാണ്. അതങ്ങനെ ഉള്ളിൽ വന്നുപോയാൽ പിന്നെ അതിലൂടെ പല ദുശ്ശീലങ്ങളും ദുസ്വഭാവങ്ങളും വന്നു ചെയ്യും. ഒരു മുസ്ലിം എപ്പോഴും സൂക്ഷിക്കും. ചിലപ്പോൾ നമുക്ക് തോന്നും ഞാൻ അഹങ്കാരിയില്ല, എനിക്കങ്ങനെ അഹങ്കാരത്തിന്റെ സമ്പത്തിന് വലിയ അഹങ്കാരത്തിന്റെ ചിന്ത, അതും ഒരു അഹങ്കാരമാണ്. എപ്പോഴും അഹങ്കാരത്തിന്റെ ചിന്താഗതി മനുഷ്യന് വന്നു ചേരും. അതിനെ ചികിത്സിക്കുകയും അതിൽ തന്നെ സൂക്ഷിക്കുകയും ചെയ്യും. ഇതാണ് മുഅ്മിന്റെ കടമ. ഉമർ റളിയല്ലാഹു തആല ഒരിക്കൽ മിമ്പറിൽ കയറി സഹാബാക്കളുടെ മുന്നിൽ ഉമർ റളിയല്ലാഹു തആലയുടെ ജാഹിലിയ കാലഘട്ടത്തിലെ തന്റെ കുറവുകൾ പറയാൻ തുടങ്ങി. ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ സഹാബാക്കൾ, എന്താ ഖലീഫ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ ഖലീഫയിൽ എന്തിന്റെ കാര്യം ഇപ്പോൾ പറയുന്നത്? ഇല്ല, ഞാൻ എൻ്റെ മനസ്സിൽ ചില ചിന്താഗതികൾ വന്നു. ഈ ഉമറിന്റെ കഴിവ് കൊണ്ടാണ് ഇസ്ലാം ഇന്ന് ഇത്രയും പ്രചരിച്ചതും വ്യാപിച്ചതും ഇത്രയും ശക്തിയായത് എന്നെൻ്റെ മനസ്സിൽ ചിന്ത വന്നു. ഞാൻ അതിന് ചികിത്സിച്ചതാണ്. ഒരിക്കൽ ഉമർ റളിയല്ലാഹു തആല മദീനയുടെ വഴിയിലിരിക്കുമ്പോൾ ഒരു അടിമ സ്ത്രീ വിറകെട്ടുമായി പോവുകയായിരുന്നു. ഉമർ റളിയല്ലാഹു തആല അവരോട് നിർബന്ധിച്ച് ആ വിറകെട്ട് വാങ്ങിച്ച് തലയിൽ വെച്ചു മദീനയുടെ വഴിയിലൂടെ നടന്നു. ജനങ്ങൾ പറയുന്നുണ്ട്, ഈ ഖലീഫ അമീറുൽ മുഅ്മിനീൻ ദാ വിറകെട്ടുമായി വഴിയിലൂടെ നടക്കുന്നു. കൂട്ടുകാർ ചോദിച്ചു, എന്ത് പറ്റി ഖലീഫ? ഇല്ല, ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഈ ചിന്ത വന്നു, ഉമറിന്റെ കഴിവ് കൊണ്ടാണ്, ഉമറിന്റെ ബുദ്ധിയും കഴിവും കൊണ്ടാണ് മുസ്ലിമുകൾ ഇത്രയും ശക്തിയും ഇത്രയും നല്ല ഭരണവും നല്ല നടക്കുന്നത്. അതിനൊരു ചികിത്സ ചെയ്തതാണ്. ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ജനങ്ങൾക്ക് ഇമാമായി നിൽക്കുന്ന വ്യക്തിയായിരുന്നു. സഹാബാക്കളുടെ കൂടുതൽ പ്രധാനപ്പെട്ട സഹാബിയാണ്. അദ്ദേഹം കുറച്ചു നാൾ ഇമാമായി അദ്ദേഹം പറഞ്ഞു, ഇനി ഞാൻ നിങ്ങൾക്ക് ഇമാമായി നിൽക്കുകയില്ല. എൻ്റെ മനസ്സിൽ ചിന്ത വന്നു, ഞാൻ ഈ മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠമായ വ്യക്തിയായതിൻ്റെ പേരിലാണല്ലോ ഇവരെല്ലാം എന്നെ ഇമാമാക്കിയത്, അതുകൊണ്ട് ഇനി ഞാൻ നിൽക്കുകയില്ല. ചിന്ത മനസ്സിൽ വരും മനുഷ്യന്റെ, ഞാനാണ് ഏറ്റവും ശ്രേഷ്ഠനായി, ഞാനാണ് ഏറ്റവും നല്ല കഴിവുള്ളവൻ. ഇത് വരും. പക്ഷെ ഇതിന് ചികിത്സിച്ചില്ല എങ്കിൽ ഇതിൽ കൂടി പിന്നെ വലിയ രോഗങ്ങളുണ്ടായി. അതുകൊണ്ട് ഇന്ന് നമ്മളിൽ വ്യാപകമായ ഒരു തിന്മയാണ് ഉമ്മുൽ അംറാദ്, രോഗങ്ങളുടെ മാതാവ് എന്ന് പറഞ്ഞ വലിയൊരു തിന്മയാണ്. ഇല്ല എന്ന് പറയുന്ന നമ്മളിലും ഉള്ളിലുണ്ട് അഹങ്കാരം എന്ന ചിന്തയിൽ. അത് മാറ്റിയില്ല എങ്കിൽ ഒരിക്കലും ഉമ്മത്തിൽ ഐക്യമുണ്ടാവുകയില്ല. ഇംദാദുല്ലാഹ് മുഹാജിർ മക്കി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ
അഹങ്കരിക്കുന്ന രണ്ട് വ്യക്തികളിൽ, അഹങ്കാരമുള്ള ഒരു സമൂഹത്തിൽ ഒരിക്കലും യോജിപ്പ്, ഐക്യം ഒരിക്കലും ചിന്തിക്കേണ്ടതില്ല. എങ്ങനെയൊക്കെ പരിശ്രമിച്ചാലും ഐക്യം ഉണ്ടാവുകയില്ല. അഹങ്കരിക്കുന്ന സമൂഹത്തിൽ ഒരിക്കലും യോജിപ്പുണ്ടാവുകയില്ല. അവർ തന്റെ മറുഭാഗത്ത് നിൽക്കുന്നവർ ശത്രുക്കളായി കാണും. തന്റെ സംഘടനയ്ക്ക് വിപരീതമായ മറുഭാഗത്തേക്ക് ശത്രുക്കളായി കാണും. തന്റെ രാഷ്ട്രീയ പാർട്ടിക്ക് അപ്പുറത്ത് നിൽക്കുന്നവരെ അവർ ശത്രുക്കളായി കാണും. മറിച്ച് വിനയം വന്നാൽ പരസ്പരം അവർ തീർച്ചയായിട്ടും യോജിപ്പും ഐക്യം ഉണ്ടാവും. വിനയമുള്ള ഒരു സമൂഹത്തിൽ രണ്ട് വ്യക്തികളിൽ ഒരിക്കലും ഭിന്നതയും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് മുസ്ലിമീങ്ങൾ ഐക്യപ്പെടേണ്ട ഈ കാലഘട്ടത്തിൽ ഈ ഐക്യത്തിന് ഏറ്റവും കാരണമാകുന്ന വഴിയാണ് നമ്മുടെ ഓരോരുത്തരും ഉള്ളിൽ നിന്നുള്ള ഈ അഹങ്കാരത്തിന്റെ ചിന്താഗതികളെ മാറ്റുക എന്നുള്ളത്. അപ്പൊ അഹങ്കാരം എന്ന് പറയുന്നത്, ഒന്ന്, സ്വന്തത്തെക്കുറിച്ച് ഞാനാണ് ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി ചിന്തിക്കലാണ്. രണ്ട്, മറ്റുള്ളവരെ നിന്ദിക്കലാണ്. നിന്ദിതരെ കണ്ണുകൊണ്ട് മറ്റുള്ളവരെ നോക്കലാണ്. അല്ലാഹു തആല ഇത് സ്വഭാവങ്ങളിൽ നമ്മളെ സൂക്ഷിക്കുവാനും നല്ല സ്വഭാവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കുവാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.